അഡ്വാൻസ് കോച്ചിങ്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ് റീസെൻ്റ് ആയിട്ട് PSC എക്സാം നടത്താനിരിക്കുന്ന ഒരു പോസ്റ്റാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തെ പ്രിപ്പറേഷൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞുതരാണ്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽ പേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 678/2022 എന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ദെൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഡിപ്ലോമയാണ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജസിൽ അല്ലെങ്കിൽ പോളിടെക്നിക്കിലെല്ലാം ലാബിൽ വരുന്ന പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ റെപ്യൂട്ടഡ് പോസ്റ്റാണ്. ഈ പോസ്റ്റിൻ്റെ ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇത് വിളിച്ചിട്ടുള്ളത് നോക്കുക, 2014 61/2014 എന്ന കാറ്റഗറി നമ്പറിലാണ്. 2014 ഇത് ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് 2022 പിന്നീട് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അല്ലേ, 2014 തൊട്ട് 2022 വരെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിൽ വിളിക്കുന്ന ഒരു പോസ്റ്റാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ നമുക്കറിയാം 31 ആണ്. ഇപ്പോൾ ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 2014 ആ നോട്ടിഫിക്കേഷനിൽ അന്ന് അവർ വിളിച്ചിരുന്നത് നോക്കുക, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബോർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന പോസ്റ്റ് തന്നെ അവിടെ വന്നിരിക്കുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്ന വേക്കൻസി 1 ആണ്. ഓക്കെ, 1 വേക്കൻസിയിലാണ് അന്ന് ഈ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അന്നത്തെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അതിൻ്റെ അഡ്വൈസ് ഒക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ 2014 ആണ്. 2014 തന്നെ അതിൻ്റെ എക്സാം നടക്കുകയുണ്ടായി. ദെൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 2017 ആയിട്ടുണ്ട്. അതായത് 2017 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൽ നിന്ന് അഡ്വൈസ് പോയി തുടങ്ങിയത്. ദെൻ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 38 കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 38 പേരാണ് ഇൻക്ലൂഡ് ആയിട്ടിരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ ലിസ്റ്റ് 38 പക്ഷേ ടോട്ടൽ അതിൽ നിന്ന് പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ടോട്ടൽ ആ പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയത് 55 പേർക്കാണ്. ഇത് മെയിൻ ലിസ്റ്റ് 38 കഴിഞ്ഞ് സപ്ലിമെൻ്ററി കൂടി ചേർത്ത് നമ്മൾ പറയുമ്പോൾ മൊത്തം 55 പേർക്ക് അവിടെ പോസ്റ്റിംഗ് ലഭിക്കുകയുണ്ടായി. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു അവർ നോട്ടിഫൈ ചെയ്തിരുന്നത് എത്രയാണ്, 1 വേക്കൻസിയാണ് അല്ലേ. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത നോട്ടിഫിക്കേഷനാണ് 55 പേരിലേക്ക് അഡ്വൈസിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ വരുന്ന നമ്പർ ഓഫ് വേക്കൻസി നോക്കി അല്ല പലപ്പോഴും അതിൻ്റെ അഡ്വൈസ് ലിസ്റ്റ് വരുന്നത്. കാരണം അതിൻ്റെ പിന്നീടുള്ള വർഷങ്ങളിൽ പോകുന്ന റിട്ടയർമെൻറ്റുകൾ അങ്ങനെ വരുന്ന വേക്കൻസികളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ആ വേക്കൻസികൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ മാർക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ OMR എക്സാമിൻ്റെ മാർക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 65 ആയിരുന്നു. ഓക്കെ, 65 ആയിരുന്നു കട്ട് ഓഫ്. അതായത് OMR എക്സാം 100 മാർക്സിൽ OMR എക്സാമിൽ 65 മേലുള്ള എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് തന്നെ ടോപ്പ് മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് OMR എക്സാമിന് 78.33 ആയിരുന്നു. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് മാർക്കും ആ ഒരു ഫസ്റ്റ് റാങ്ക് മാർക്കും തമ്മിലുള്ള ഗ്യാപ്പും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഇനി ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ്, ടോട്ടൽ മെയിൻ ലിസ്റ്റ് 38 പേരായിരുന്നു, ടോട്ടൽ അഡ്വൈസ് 55. ഈ കാണിച്ചിരിക്കുന്ന ഷീറ്റ്, ഈ പേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ പ്രീവിയസ് അഡ്വൈസേഴ്സിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നോക്കുക, പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ആണ്. ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡേറ്റ് ഓഫ് എഫക്റ്റ് 2017 ലിസ്റ്റ് നിലവിൽ വന്നു. അഡ്വൈസ് 55 പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2018 നോക്കുക, 2017 അഡ്വൈസ് പോയി തുടങ്ങി, 2018 വരെ പോയിട്ടുള്ളൂ. എന്താ അതിന് കാരണം? സാധാരണ ഒരു PSC ലിസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ് വാലിഡിറ്റി വരിക. അപ്പോൾ ഇവിടെ നോക്കുക, 2017 തുടങ്ങി 2018 തന്നെ അവസാനിച്ചിട്ടുണ്ട് അഡ്വൈസ്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 38 പേരായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 55 ആണ്. ഇവിടെ ഓപ്പൺ കാറ്റഗറി നോക്കുക, ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്നത് 38 അതായത് ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് തീർന്നു പോയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തെടുത്ത കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി ഈ തവണത്തെ 2014 റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പേജും കൂടി ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ആ പേജാണ്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ തുടക്കവും ലാസ്റ്റും 2 പാർട്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റാങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് നോക്കുക. 1 to 5 റാങ്കുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റാങ്കുകാരൻ്റെ ടെസ്റ്റിൽ OMR ടെസ്റ്റിൻ്റെ മാർക്കാണ് ഈ 78.33. ഓൾറെഡി പറഞ്ഞിരുന്നു, ടോപ്പ് മാർക്ക് വന്നിരിക്കുന്നത് 78.33 ആണ്. ദെൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 12 മാർക്സ് കൂടി നിങ്ങൾക്ക് കാണാം. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 20 വരുന്ന മാർക്സ് ആണ്. അപ്പോൾ 20 മാർക്സിൽ 12 മാർക്ക് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെയും മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കുന്നതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾ റാങ്ക് 1 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റാങ്ക് ലിസ്റ്റിൻ്റെ താഴേക്ക് നോക്കുക. ടോട്ടൽ 38 കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഇത് ലാസ്റ്റത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുടെ മാർക്കാണ് 65.33 അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 65.33 എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിന് 10 മാർക്സ് ആയിരുന്നു. ടോട്ടൽ ചെയ്ത് വരുന്ന മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് എന്തിനു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് OMR എക്സാം മാർക്ക് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കുകൾ ശ്രദ്ധിക്കുക, വലിയൊരു ചേഞ്ച് ഇല്ല. 10, 12, 11 മിനിമം അറ്റൻഡ് ചെയ്താൽ 10 മാർക്സും മാക്സിമം പോയി കഴിഞ്ഞാൽ 12 മാർക്സുമാണ് ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഇൻ്റർവ്യൂവിൻ്റെ മാർക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 മാർക്സ് വേരിയേഷനേ വരുള്ളൂ. ബാക്കി വേരിയേഷൻ എല്ലാം എവിടെയാണ്? OMR മാർക്കിലാണ്. അപ്പോൾ OMR എക്സാമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ OMR എക്സാമിന് നിങ്ങൾ 100ൽ ഇങ്ങനെ ഒരു സെക്യൂർ മാർക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിൽ വരുന്ന ഇൻ്റർവ്യൂ പോലുള്ള മാർക്കുകൾ വലിയ വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ തന്നെ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ OMR എക്സാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം 31 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 31 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2022 വിളിച്ചിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ. അപ്പോൾ ഈ 31 വേക്കൻസി റിപ്പോർട്ടഡ് ഉണ്ട് എങ്കിൽ ഈ എക്സാം നടന്ന് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ദെൻ ആ റാങ്ക് ലിസ്റ്റ് വന്ന തൊട്ട് ഒരു 3 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി ഒരു 3 ഇയേഴ്സ് മിനിമം നോക്കുക. മിനിമം നോക്കുമ്പോൾ ഈ 31 എന്നുള്ളത് റിട്ടയർമെൻറ്റ് പോസ്റ്റുകളെല്ലാം ഓരോ വർഷം വരുന്ന ആഡായി വന്ന് ഇതിൻ്റെ നമ്പർ കൂടും. ഓക്കെ, അപ്പോൾ 1 വേക്കൻസി എന്നുള്ളത് 55 വരെ ആയി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ. ഇപ്പോൾ ഈ 31 എന്നുള്ളതിൻ്റെ നമ്പർ എന്താണെങ്കിലും അതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, നമുക്കറിയാം സബ് എഞ്ചിനൊക്കെ CBE സബ് എഞ്ചിനർ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സാം പലർക്കും എളുപ്പമായിരുന്നു, ചിലർക്ക് പാടായിരുന്നു. എനിവേ അത് കഴിഞ്ഞ എക്സാമാണ്. ഇനി ഡിപ്ലോമ ലെവലിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമാണ് ഏത്? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വൺസിൽ കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കോഴ്സ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ കോഴ്സ്. ആ കോഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ സ്മാർട്ട് വീഡിയോ ക്ലാസ്സുകളായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കോഴ്സ് ചെയ്തു തരുന്നത്. ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് വൈസുള്ള വീഡിയോസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസ് അറേഞ്ച് ചെയ്ത് വൺസ് ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഡിപ്ലോമ സിലബസ് ആയ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് എന്നുള്ളൊരു വ്യൂവിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്ഡേഷൻസ് വരികയാണെങ്കിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത് തരും. ഓക്കെ, ദെൻ ഇതിൻ്റെ PDF നോട്ട്സ് ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ഫോമിൽ അവൈലബിൾ ആണ്. ദെൻ ഒരു ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റുകളായിട്ടും സബ്ജക്റ്റ് ടെസ്റ്റുകളായിട്ടും എല്ലാം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസ് ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൗട്ട് ക്ലിയറൻസ്, ഡൗട്ട്സ് ഉള്ളവർക്ക് ഓരോ വീഡിയോയുടെ അടിയിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ചോദിക്കാം, ഫാക്കൾട്ടി റിപ്ലൈ തരും. ഓക്കെ, ഈ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഡ് ഓൺ ആയിട്ട് ഡിപ്ലോമ ലെവൽ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് PYQ കോഴ്സും നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. പ്രീവിയസ് ഇലക്ട്രിക്കൽ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്ന ഈ കോഴ്സ് ഇനിയും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ, ഇനിയും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് എടുക്കുക, പഠിക്കുക. അതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഗൂഗിൾ ഫോംസ് അവൈലബിൾ ആയിരിക്കും. അത് ഫില്ല് ചെയ്യുക, നമ്മുടെ
ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും എൻറോൾ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതൊരു അവസരമാണ്. എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യുക, ഈ കോഴ്സ് എടുക്കുക, പഠിക്കുക, ഒരു ഗവൺമെൻറ് ജോബ് എന്ന ഡ്രീം സാധിക്കുക. താങ്ക് യു.